Hello students. നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ ഫംഗ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലെഡ്ജർ പ്രിപ്പറേഷൻ തന്നെയാണ്. ലെഡ്ജറുകൾ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യും. ചില സമയത്ത് കുട്ടികൾക്ക് അത് ബാലൻസിങ്ങിൽ കൺഫ്യൂഷൻ വരാറുണ്ട്. കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് വരാറുണ്ട്. ഒരു പക്ഷേ ക്രെഡിറ്റിൽ ക്യാരി ഡൗൺ വരുന്നു, ഡെബിറ്റിലേക്ക് ബ്രോ ഡൗൺ വരുന്നു. ചില സമയത്ത് ഡെബിറ്റിൽ ക്യാരി ഡൗൺ വരുന്നു, ക്രെഡിറ്റിൽ ബ്രോ ഡൗൺ വരുന്നു. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് വരുന്നത് സാറേ എന്നൊക്കെ സംശയം ഉണ്ടാവാറുണ്ട്. ചില സമയങ്ങളിൽ ഒരു കോളത്തിൽ തീരെ എമൗണ്ട് ഇല്ലാതിരിക്കുന്നു, ഡെബിറ്റിൽ തീരെ എമൗണ്ട് ഇല്ലാതിരിക്കുന്നു. ചില സമയങ്ങളിൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും ഈക്വൽ എമൗണ്ടിൽ വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി സാറ് 3 ലെഡ്ജേഴ്സ് ഇവിടെ ബാലൻസ് ചെയ്യാൻ പോവാണ്. നല്ലപോലെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമുക്കൊരു ക്യാഷ് അക്കൗണ്ടിലേക്ക് പോവാം. ഈ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എമൗണ്ടുകൾ കാണുന്നു, ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ടുകൾ കാണുന്നു. അപ്പോൾ ഒരു അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഡെബിറ്റ് എമൗണ്ട് കോളമാണ്, ഇത് ക്രെഡിറ്റ് എമൗണ്ട് കോളമാണ്. ഏത് എമൗണ്ട് കോളത്തിലെ മീൻസ് ടോട്ടലാണ് വലുത് എന്ന് നോക്കുന്നു. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഡെബിറ്റിലെ എമൗണ്ട് തന്നെയാണ് വലുത്. ഈ 4 എമൗണ്ടുകളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 lakh, 1,50,000, 1,70,000 and 1,80,000 rupees. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1,80,000 rupees ആണ് അല്ലേ. ആ 1,80,000 rupees നമുക്കറിയാം ഇവിടെ ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ, ഈ സൈഡ് ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ 20 + 10 + 10 അല്ലേ, 50,000 rupees അല്ലേ. അപ്പം വലുത് ആര് തന്നെയാണ്? ഡെബിറ്റ് എമൗണ്ട് കോളം തന്നെയാണ്. അതുകൊണ്ട് 1,80,000 rupees നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുന്നു? നേരെ ഈ ഡെബിറ്റിനെ ടോട്ടൽ കോളത്തിൽ റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം ദ സെയിം എമൗണ്ട്, ആ സെയിം എമൗണ്ട് തന്നെ 1,80,000 തന്നെ ക്രെഡിറ്റിന്റെ ടോട്ടലിലും റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ക്രെഡിറ്റിന്റെ ടോട്ടൽ. അപ്പോൾ കുട്ടികൾക്കൊക്കെ സംശയമുണ്ട്, സാറേ ഈ ഡെബിറ്റ് എമൗണ്ട് കൂട്ടുന്ന സമയത്ത് 1,80,000 കിട്ടുന്നു, ക്രെഡിറ്റ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 1,80,000 കിട്ടുന്നില്ലല്ലോ. അപ്പം ഇവിടെ ഒരു മിസ്സിംഗ് ഫിഗർ ഉണ്ട്, അവിടെ ഒരു എമൗണ്ടിന് കുറവുണ്ട്. ആ കുറവ് ഈസിയാണ് കണ്ടുപിടിക്കാൻ. 1,80,000 മൈനസ് 50,000, 50 എടുത്ത് കിട്ടി, ഈ ടോട്ടൽ അല്ലേ. ആ 50,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വെരി ഈസി, നമുക്കറിയാം അത് 1,30,000 rupees ആണ്. ആ 1,30,000 rupees മിസ്സിംഗ് ഫിഗർ ആയതുകൊണ്ട് നമുക്ക് ആ 30,000 rupees ഇവിടെ റെക്കോർഡ് ചെയ്യാം. എവിടെയാണോ കുറവ് അവിടെ റെക്കോർഡ് ചെയ്യാം. ഇനി നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര തന്നെ കിട്ടും? 1,80,000 rupees കിട്ടും. ഇത് നമുക്ക് ബാലൻസ് എന്ന് പറയാം. ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ഇട്ടിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 22-ാം തീയതിയാണ് അല്ലേ, 22 ആണ്. പക്ഷേ നമ്മൾ ബാലൻസ് ചെയ്യുന്ന ക്ലോസിംഗ് ഡേറ്റ് ആണ് ജാനുവരി ആയതുകൊണ്ട് 31st ബാലൻസ് ചെയ്യുന്നു. അതിന് നേരെ ബൈ ബാലൻസ് C/D ക്യാരി ഡൗൺ എന്നാണല്ലേ. ക്യാരി ഡൗൺ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. കുട്ടികൾ സംശയം ഉണ്ടാകും, നമ്മൾ നേരെ ബ്രോ ഡൗൺ ചെയ്യണം. ഫെബ്രുവരി മന്ത് 1st ആണ്. ഫസ്റ്റിൽ നമ്മൾ നേരെ ടു ബാലൻസ് എഴുതുന്നു. ടു ബാലൻസ് ബ്രോ ഡൗൺ സെയിം എമൗണ്ട് 1,30,000. ചില സമയങ്ങളിൽ നമ്മളെ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, സാറേ ക്രെഡിറ്റ് സൈഡിൽ മാത്രമാണോ ക്യാരി ഡൗൺ വരിക, നമുക്ക് ഡെബിറ്റ് സൈഡിൽ ക്യാരി ഡൗൺ വരില്ലേ, അല്ലെങ്കിൽ ബ്രോ ഡൗൺ ക്രെഡിറ്റ് സൈഡിലേക്ക് വരാറില്ലേ എന്നൊക്കെ കുട്ടികൾ ചോദിക്കാറുണ്ട്. തീർച്ചയായും അതിൻ്റെ കൺഫ്യൂഷൻ നമുക്ക് തീർക്കണം. കാരണം അത്തരത്തിലുള്ള ബാലൻസിങ് കൂടി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോ ദിസ് ഈസ് ദ ബാലൻസിങ് ഓഫ് എൻ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് നമുക്കറിയാം കൃത്യം ഒരു അസറ്റ് അക്കൗണ്ട് തന്നെയാണ്. തീർച്ചയായും ബ്രോ ഡൗൺ ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് വരിക. നെക്സ്റ്റ് മന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു നമ്മുടെ ക്യാഷ് ബാലൻസ്. ഇനി നെക്സ്റ്റ് മന്തിൽ ഇതേപോലെ ട്രാൻസാക്ഷൻ നടക്കും. ഫെബ്രുവരി മാസം നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ ബാലൻസ് ചെയ്യുന്നു. നേരെ നമ്മൾ പോകേണ്ടത് മറ്റൊരു ടൈപ്പ് അക്കൗണ്ടാണ്, ക്യാപിറ്റൽ അക്കൗണ്ട്. ഒരു ലയബിലിറ്റി ആണല്ലേ ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ അക്കൗണ്ടിൻ്റെ പ്രത്യേകത, നേരത്തെ ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒക്കെ എമൗണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്കുള്ളത് ക്രെഡിറ്റ് സൈഡിൽ മാത്രം ഒരു എമൗണ്ട് കാണുന്നു. സാറേ ഇത് ബാലൻസ് ചെയ്യണോ? ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുക? ഒരു കൺഫ്യൂഷൻ വേണ്ട, ബാലൻസ് ചെയ്യാം. വിച്ച് സൈഡ് ഇസ് ഹൈയസ്റ്റ്? അപ്പം നമുക്കറിയാം ഏറ്റവും വലുത് ക്രെഡിറ്റ് സൈഡ് തന്നെയാണ്. ക്രെഡിറ്റ് സൈഡിൽ ആ എമൗണ്ട് 1 lakh rupees ആയതുകൊണ്ട് 1 lakh റെക്കോർഡ് ചെയ്യുന്നു. അതേ 1 lakh rupees നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നു? നേരെ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുന്നു. ഇവിടെയാണ് ബാലൻസ് വരിക, ഇവിടെ മിസ്സിംഗ് ഫിഗർ വരും. ആ ആൻസർ എത്ര തന്നെയായിരിക്കും? 1,00,000 തന്നെയാണ്. കാരണം 1 lakh rupees ഇവിടെ എമൗണ്ടുകളൊന്നുമില്ല. നമുക്ക് 31st എടുക്കാം. നേരെ ടു ബാലൻസിലേക്ക് പോവാം. ടു ബാലൻസ് ക്യാരി ഡൗൺ ആൻഡ് ഫെബ്രുവരി മന്ത് 1st ബൈ ബാലൻസ് ബ്രോ ഡൗൺ സെയിം എമൗണ്ട് തന്നെ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ വരികയാണെങ്കിലും നിങ്ങൾ ബ്രോ ഡൗൺ ചെയ്യുന്നത് എങ്ങോട്ടാണ് വരുന്നത്? ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്നത്. അപ്പം ഡെബിറ്റ് സൈഡിൽ വന്നത് കൊണ്ട് ക്യാരി ഡൗൺ എന്നല്ല, എവിടെയാണോ നമുക്ക് ആക്ച്വൽ ബാലൻസ് കിട്ടുന്നത് അതാണ് ക്യാരി ഡൗൺ. എപ്പോഴാണോ നമ്മൾ നെക്സ്റ്റ് മന്തിലേക്കോ നെക്സ്റ്റ് പീരീഡിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതാണ് ബ്രോ ഡൗൺ. അങ്ങനെയാണ് നമ്മൾ ക്യാരി ഡൗണിനെയും ബ്രോ ഡൗണിനെയും നമ്മൾ പഠിക്കുന്നത്. ഇനി ചില അക്കൗണ്ടുകൾ നമുക്ക് എന്തുണ്ടാവില്ല, ബാലൻസുകൾ ഇല്ലാത്ത അക്കൗണ്ട് ഉണ്ടാവും. അത് പഠിക്കണ്ടേ? നോക്കിക്കോളൂ. നെക്സ്റ്റ് സാറ് മനോജിൻ്റെ ഒരു അക്കൗണ്ട് വരയ്ക്കുന്നു. മനോജ് അക്കൗണ്ട്. മനോജ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 20,000 rupees, ക്രെഡിറ്റ് സൈഡിൽ 20,000 rupees. എങ്ങനെ ബാലൻസ് ചെയ്യും? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് രണ്ടും സെയിം എമൗണ്ട് ആണ്. ടോട്ടൽ കോളത്തിൽ 20,000 rupees കാണിക്കുന്നു.
ഇനി ക്രെഡിറ്റ് ടോട്ടൽ കോളത്തിലും 20,000 റുപ്പീസ് കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡും ഈക്വൽ ആണ്, ബാലൻസുകൾ ഒന്നുമില്ല. ഇവിടെ വെച്ചുകൊണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ക്യാരി ഡൗണും ബ്രോ ഡൗണും ഇവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ അക്കൗണ്ടുകൾ വരികയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരിക്കലും തെറ്റാത്ത രീതിയിൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണം. അക്കൗണ്ടൻസിയകത്ത് ലെഡ്ജർ ബാലൻസിങ് വളരെ പ്രധാനപ്പെട്ടതാണ്.